ഏറെ ചർച്ചയായ വിവാദമായ അഭിമന്യു വധക്കേസ്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI വിദ്യാർത്ഥി പ്രവർത്തകനും നേതാവുമായിരുന്ന അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ചേർന്ന് കൊലപ്പെടുത്തി എന്നാണ് കേസ്. ഈ ഒരു നിമിഷം വരെ CPMO, DYFIയോ SFIയോ ഈ ക്യാമ്പസ് ഫ്രണ്ടിനെതിരെയോ PFIക്കെതിരെയോ അല്ലെങ്കിൽ മത തീവ്രവാദ വിഭാഗങ്ങൾക്കെതിരെയോ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അഭിമന്യുവിന് വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ തിരിമറി CPM നടത്തി എന്നുള്ള വാദം നേരത്തെ ഉണ്ടായിരുന്നു, പരാതിയുണ്ടായിരുന്നു. ഒപ്പം തന്നെ വർഗീയത തുലയട്ടെ എന്ന ഒറ്റ മുദ്രാവാക്യമാണ് അങ്ങന്ന് ഇങ്ങോളം ഉയർത്തിയത്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു യുവ നേതാവിനെ ക്രൂരമായി മത തീവ്രവാദ സംഘടനകൾ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അവർക്കെതിരെ ഒന്നും പറയാതെ, അവർക്കെതിരെ ഒന്നും ഉരിയാടാതെ CPM കളിക്കുന്ന മതപ്രീണന നയത്തിനെതിരെ CPMനുള്ളിൽ തന്നെ വലിയ പരാതിയും പരിഭവവും ഇന്നുമുണ്ട്. ഈ ഒരു വിഷയത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലും പിണറായി സർക്കാരിൻ്റെ പോലീസും ശ്രമിച്ചു എന്നുള്ള ചില വാദങ്ങൾ ഉയർന്നു വരുന്നു. അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഇത്രയും കൊല്ലമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കം നടത്താനോ CPMനോ CPMൻ്റെ അനുബന്ധ സംഘടനകൾക്കോ സാധിച്ചില്ല. അവർ അത് ചെയ്തില്ല എന്നതും കുറ്റകരമായ അനാസ്ഥയായി കരുതപ്പെടുന്നു. ഒരു പാവം ചെറുപ്പക്കാരൻ്റെ ജീവനാണ് ഇല്ലാതെയായത്, അവൻ്റെ കുടുംബത്തിന് പോയി. SFIക്ക് വേണ്ടി ഘോരഘോരം വാദിച്ച, പ്രസംഗിച്ച, പ്രവർത്തിച്ച അഭിമന്യുവിന് ജീവൻ നഷ്ടമായിട്ടും CPMന് ഒരു കുലുക്കവുമില്ല. അഭിമന്യുവിനെ രക്തസാക്ഷിയായി കൊണ്ടാടുമ്പോഴും ഇപ്പോൾ അഭിമന്യു വധക്കേസിൽപ്പെട്ട പ്രതികൾ ക്യാമ്പസ് ഫ്രണ്ട്, PFI പ്രവർത്തകരൊക്കെ തന്നെയാണ്. അവർ കോടതിയിൽ ഹാജരാകുന്നില്ല. അവർ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ അവിടെയുള്ളത് കൊണ്ട് ഹാജരാകുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ വിഷയത്തിലും CPM ഇതുവരെ സ്വന്തം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അഭിമന്യു വധക്കേസിൽ പ്രതികൾ കോടതിയിൽ ഹാജരായില്ല. കോടതിയിൽ മാധ്യമപ്രവർത്തകർ ഉള്ളതിനാൽ ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കോടതിയെ പ്രതികൾ അറിയിക്കുകയായിരുന്നു. അഭിഭാഷകൻ വഴി വിചാരണയിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. ചോദ്യങ്ങൾക്ക് അഭിഭാഷകർ മറുപടി പറയും എന്നുമായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് CPMൻ്റെ ഒരു പ്രതികരണം പോലും ഇതുവരെ വന്നിട്ടില്ല എന്നത് അത്യന്തം കഷ്ടമാണ്. എന്നാൽ പ്രോസിക്യൂഷനും അഭിമന്യുവിൻ്റെ കുടുംബവും ഇതിനെ എതിർത്തു. പ്രതികളുടെ ആവശ്യം നിലനിൽക്കില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. വിചാരണ സമയത്ത് എന്ത് ചെയ്യും എന്നായിരുന്നു പ്രതികളോടുള്ള കോടതിയുടെ ചോദ്യം. ഇതിനുശേഷം പ്രതികൾ നേരിട്ട് തന്നെ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അഭിഭാഷകൻ വഴി നടപടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കണം എന്ന ആവശ്യം കോടതി തള്ളിയിട്ടുണ്ട്. പ്രതികൾ അടുത്ത ദിവസം ഹാജരാകണം എന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലുമുള്ളവർക്ക് ഹാജരാകാൻ എന്താണ് തടസ്സം എന്നും കോടതി ചോദിച്ചു. ഈ വിഷയത്തിലൊക്കെ വളരെ നിസ്സംഗമായ, വളരെ നിസ്സാരമായ ഒരു സമീപനവും പ്രതികരണവുമാണ് CPMും CPMൻ്റെ അനുബന്ധ ഘടകങ്ങളും ഒക്കെ തന്നെ സ്വീകരിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു യുവ പ്രവർത്തകനെ ക്രൂരമായി മത തീവ്രവാദികൾ തല്ലിക്കൊന്നിട്ട് ഇവർ അത് കൈകഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എല്ലാ CPM അനുഭാവികളുടെയും പ്രവർത്തകരുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്ന സൂചന നൽകുന്ന ഒരു നിലപാട് കൂടിയാണ് പാർട്ടി CPM സ്വീകരിക്കുന്നത്. അതായത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി ചാവാനും കൊല്ലാനും തല്ലാനും ഒക്കെ തന്നെ നടക്കുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, അവരുടെ ജീവൻ നഷ്ടമായാൽ അവർക്ക് വീട് വെച്ച് കൊടുക്കും. എന്നാൽ അതിൽ നിന്ന് കോടികളും ലക്ഷങ്ങളും വെട്ടിക്കും. ഇപ്പം ധനരാജ് രക്തസാക്ഷി ഫണ്ടിൻ്റെ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് V കുഞ്ഞികൃഷ്ണൻ MLA ഉന്നയിച്ച വാദങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. എന്തൊക്കെയായാലും CPM എന്ന പാർട്ടി ഇവർ എവിടെ ചെന്ന് നിൽക്കുന്നു? ഇവർ ആരുടെ കൂടെ നിൽക്കുന്നു? ഇവർ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികളുടെ, മത തീവ്രവാദികളുടെ കൂടെ നിൽക്കുന്നു. ഇവർ എന്തുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോ തള്ളിപ്പറയാൻ ഇവർക്ക് കഴിയുന്നില്ല? വെറുതെ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് സാധാരണഗതിയിലുള്ള ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കി പ്രചരണം നടത്തുകയാണ് ഇപ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണോ രാഷ്ട്രീയം? അല്ലെങ്കിൽ ഇത് എന്ത് ധാർമ്മികതയാണ് ഇതിനകത്തുള്ളത്? അഭിമന്യുവിൻ്റെ ആളുകൾ ഹാജരായില്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ചുമതലയും കൂടി CPMന് ഉള്ളതാണ്. പക്ഷേ അവർ അതൊക്കെ മറന്നുവെച്ച് ഈ മതവർഗീയവാദികളുടെ കൂട്ടുചേർന്ന് അഭിമന്യു പോയെങ്കിൽ പോകട്ടെ, പോയവനെ തിരിച്ചു കിട്ടില്ലല്ലോ. അവൻ പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ അവൻ പോയാൽ അവൻ്റെ കുടുംബത്തിന് പോയി. എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രീണന നയമാണ് വലുത്, ഞങ്ങൾക്ക് രാജ്യദ്രോഹികളാണ് വലുത്, ഞങ്ങൾക്ക് മതതീവ്രവാദികളാണ് വലുത് എന്ന ഒരു നിലപാടിലേക്ക് CPM എത്തുകയാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട്.